കോട്ടയത്തിന്റെ സ്വന്തം കവി, ആം ആദ്മിയുടെ സ്വന്തം കവി ശ്രീ കാപ്പിൽ തുളസിദാസ് അവതരിപ്പിക്കുന്ന കവിത. കവിത 2 ദിവസത്തിന് മുമ്പ് ഈ കവിത എഴുതാനുള്ള സാഹചര്യം അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ എന്റെ മനസ്സിൽ കയറി വന്നത് ഈ കവിതയ്ക്കൊരു പേര് കൊടുക്കുക എന്ന് പറയുമ്പോ കവിത എഴുതുന്നത് പോലെ ഒരു സംഘർഷം ഉണ്ടാവും മനസ്സിൽ. പേര് നന്നായി വരേണ്ടതൊരു കവിതയെ സംബന്ധിച്ചൊരു പ്രസക്തിയുള്ള കാര്യമാണ്. അപ്പൊ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിയുകയാണ്. തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോയി. ഞാനന്ന് ഓർക്കുന്നത്, നമ്മുടെ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം ഞാനൊരു പലതവണ വായിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കവിതയ്ക്ക് പേര് കൊടുത്തത് ഇന്ത്യയെ കണ്ടെത്തൽ എന്നാണ് കവിതയ്ക്ക് പേര് കൊടുത്തത്. അപ്പൊ ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള പേര് കൊടുക്കുമ്പോ എന്റെ മനസ്സിൽ വന്നത് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകത്തില് ഉണ്ടായ ഒരു സംഘർഷ ചിന്തയാണ്. 47 കഴിഞ്ഞു. പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കും ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പരസ്പരം വെട്ടിയും കൊന്നും ദ്രോഹിച്ചും ഒക്കെ നടക്കുന്ന സമയത്ത് ഈ മുസ്ലിം സ്ത്രീകളെ ചില പ്രത്യേക അറിവുകളുടെ അടിസ്ഥാനത്തിൽ സിഖുകാർ മോഷ്ടിച്ചുകൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ മോഷ്ടിക്കപ്പെട്ട ഒരു 17-കാരി പെൺകുട്ടി, സെനിബ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ കുട്ടിയെ ഗോതമ്പ് പാടത്തൂടെ ഓടിച്ചിട്ട് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു സിഖുകാരൻ. ആ വയലിൽ ജോലി ചെയ്തുകൊണ്ട് നിന്ന ഒരു 55 വയസ്സോളം പ്രായമുള്ള ഒരു സിഖുകാരനെ സമീപിക്കുകയും ഓടി വന്ന് കരഞ്ഞുകൊണ്ട് കേണപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണം, എന്നെ രക്ഷിക്കണം എന്ന്. അങ്ങനെ ഈ പെൺകുട്ടിയെ ഈ സിഖുകാരൻ രക്ഷിക്കുകയും അവർ എന്തിനു വേണ്ടിയാണ് പണം കൊടുക്കാനാണെങ്കിൽ പണം തരാം എന്ന് പറഞ്ഞ് പണം കൊടുത്ത് ആ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യും. പിന്നീട് ഈ 55 വയസ്സുകാരൻ ഈ 17 വയസ്സുകാരിയായ പെൺകുട്ടിയെ, അയാൾ കല്യാണം കഴിച്ചിട്ടില്ല, അയാള് മൗണ്ട് ബാറ്റൻ പ്രഭുവിന്റെ സൈന്യത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. അയാൾ കല്യാണം കഴിക്കാൻ മറന്നുപോയ ഒരാളാണ്. അങ്ങനെ ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുകയും ഒടുവിൽ അവര് വിവാഹം ചെയ്യുകയും ഒരു കുട്ടി ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ നിയമങ്ങളെല്ലാം മാറുന്നു. ബന്ധുക്കൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും ഉണ്ടെങ്കിൽ അവരവരൊക്കെ അത് രേഖപ്പെടുത്തുകയും പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് പാകിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്ക് വരേണ്ടവർ ഇന്ത്യയിലേക്കും വരാമെന്നുള്ള ഒരു നിയമം ഉണ്ടാവുകയും ഇദ്ദേഹത്തിന്റെ 12 ഏക്കർ സ്ഥലം പ്രതീക്ഷിച്ചിരുന്ന അനന്തരവർ ഈ പെൺകുട്ടിയുടെ കാര്യം പോലീസിന് ഒറ്റിക്കൊടുക്കുകയും അങ്ങനെ ഈ പെൺകുട്ടിക്ക് പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്യേണ്ടി വരും. ഇയാൾ തിരിച്ചു വരാമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സ്വന്തം ഭർത്താവിനോടും കുട്ടിയോടും പറഞ്ഞിട്ട് പാകിസ്ഥാനിലേക്ക് പോയ ആ സ്ത്രീ ഒരിക്കലും തിരിച്ചു വന്നില്ല. അവരെ അന്വേഷിച്ച് ഈ അച്ഛനും മകളും ചെല്ലുമ്പോൾ ആ പെൺകുട്ടിയെ, ആ സ്ത്രീയെ അയാളുടെ ബന്ധുക്കൾ മറ്റൊരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കുകയും ഇവർക്ക് തിരികെ കിട്ടാതെ വരികയും സംഘർഷമുണ്ടാകുകയും അവസാനം കോടതിയിൽ വെച്ച് ആ സ്ത്രീ പറയുന്നു, അവരുടെ സഹോദരങ്ങളുടെ അവരുടെ ബന്ധുക്കളുടെ നിർബന്ധത്തിന് പറയുന്നു, ഈ മകളും ഈ ഭർത്താവും തൻ്റെതല്ല എന്ന് കോടതിയിൽ പറയുകയും കോടതി നിസ്സഹായാവസ്ഥയിൽ, കോടതിക്ക് അറിയാം അവർ ഭാര്യയും
പിന്നെ മകളും ഭർത്താവുമാണെന്ന്. പക്ഷെ ആ നിസ്സഹായ അവസ്ഥയിൽ അയാൾ റെയിൽവേ സ്റ്റേഷനിൽ വരികയും മകളെ റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയിട്ട് അടുത്ത ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഈ സമയം ഞാൻ ഓർക്കുകയായിരുന്നു, ആ തൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരായ ഇന്ത്യയിലെ ജനങ്ങൾ തനിക്ക് വേണ്ടി പുറത്ത് ഇന്ന് ഉപവാസം വരെ ചെയ്യുമ്പോൾ അകത്ത് ഒരു മനുഷ്യൻ, രോഗബാധിതനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ ഇന്ത്യക്ക് വേണ്ടി, ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി, ഇവിടുത്തെ അധസ്ഥിതർക്ക് വേണ്ടി, ഇവിടുത്തെ പീഡനം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ട് ജയിലിൽ കഴിയുന്ന ഒരവസ്ഥ, ആ സംഘർഷാവസ്ഥയാണ് എനിക്ക് അന്ന് ഈ കഥയല്ല, ഈ യാഥാർത്ഥ്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ അങ്ങനെ ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ കവിതയ്ക്ക് ഇന്ത്യയെ കണ്ടെത്തൽ, ഡിസ്കവറി ഓഫ് ഇന്ത്യ, നെഹ്റുവിന്റെ പുസ്തകത്തിലെ ആ പേര് സ്വീകരിച്ചെങ്കിലും ഇവിടെ ഇന്ത്യയെ, നഷ്ടപ്പെട്ടു പോയ ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ള പേര് ഞാൻ ഇതിനു വേണ്ടി ഇട്ടു. കവിതയിലേക്ക് പോകാം. ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ, എന്റെ ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ, വഴിപോക്കരെ എന്റെ ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ, വഴിപോക്കരെ എന്റെ ഇന്ത്യയെ കണ്ടുവോ. 2 നൂറ്റാണ്ടുകൾ അടിമയായി തീർന്നവൾ, 2 നൂറ്റാണ്ടുകൾ അടിമയായി തീർന്നവൾ, 2 നൂറ്റാണ്ടുകൾ വികൃതമായി തീർന്നവൾ, 2 നൂറ്റാണ്ടുകൾ അടിമയായി തീർന്നവൾ, 2 നൂറ്റാണ്ടുകൾ വികൃതമായി തീർന്നവൾ, മാനം കവർന്നിട്ടും ദേഹം കവർന്നിട്ടും, മാനം കവർന്നിട്ടും ദേഹം കവർന്നിട്ടും, പടവെട്ടി ഉയർകാട്ടി തോൽക്കാതെ നിന്നവൾ, പടവെട്ടി ഉയർകാട്ടി തോൽക്കാതെ നിന്നൊര ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ. ഒരുപാടു നേരുള്ള മക്കളെ പെറ്റവൾ, ഒരുപാടു നേരുള്ള മക്കളെ പെറ്റവൾ, ഒരുപാടു വീറുള്ള മക്കളെ പോറ്റിയോൾ, ഒരുപാടു നേരുള്ള മക്കളെ പെറ്റവൾ, ഒരുപാടു വീറുള്ള മക്കളെ പോറ്റിയോൾ, കൊണ്ടുപോയവളുടെ അറിവുകളെല്ലാം, കൊണ്ടുപോയവളുടെ രത്നങ്ങളെല്ലാം, എങ്കിലും പടവെട്ടി ഉയർകാട്ടി തോൽക്കാതെ നിന്നവൾ, പടവെട്ടി ഉയർകാട്ടി തോൽക്കാതെ നിന്നൊര ഇന്ത്യയെ കണ്ടുവോ, എന്റെ ഇന്ത്യയെ കണ്ടുവോ. പഞ്ചപാണ്ഡവരല്ല 100 പേരും അല്ല, 1000 മക്കളെ പെറ്റവൾ, പഞ്ചപാണ്ഡവരല്ല 100 പേരുമല്ല, 1000 മക്കളെ പെറ്റവൾ. ഗാന്ധി, നെഹ്റു, ഭഗത് സിംഗ്, നേതാജി, തീക്കനൽ പോലുള്ള മക്കളെ പെറ്റവൾ, സമരങ്ങൾ, യുദ്ധങ്ങൾ, ഹിംസയും അഹിംസയും എത്രയോ പോർമുഖം നേരിട്ടു നിന്നവൾ, സമരങ്ങൾ, യുദ്ധങ്ങൾ, ഹിംസയും അഹിംസയും എത്രയോ പോർമുഖം നേരിട്ടു നിന്നവൾ, എത്രയോ ജീവൻ ത്യജിച്ചിട്ടു നേടിയ എന്റെ ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ, ഇന്ത്യയെ കണ്ടുവോ, എന്റെ ഇന്ത്യയെ കണ്ടുവോ. മതജാതി മക്കളെ, മതവൈര മക്കളെ, മതജാതി മക്കളെ, മതവൈര മക്കളെ പെറ്റുപോയെന്നു ശപിച്ചില്ലൊരിക്കലും, മതജാതി മക്കളെ, മതവൈര മക്കളെ പെറ്റുപോയെന്നു ശപിച്ചില്ലൊരിക്കലും. പലതായി തീർന്നവൾ, പലരായി തീർന്നവർ, പലരായി തീർന്നവർ, പലരായി തീർന്നവർ, പലരാതെ ജീവിച്ചൊരിന്ത്യയെ കണ്ടുവോ,
പതറാതെ ജീവിച്ച ഒരു ഇന്ത്യയെ കണ്ടുവോ? ഇതുവഴി വന്നുപോയി മതഭ്രാന്തു കാട്ടി മിഴികളിൽ ആർദ്രത വറ്റി വരണ്ടവർ. ഇതുവഴി വന്നുപോയി മതഭ്രാന്തു കാട്ടി മിഴികളിൽ ആർദ്രത വറ്റി വരണ്ടവർ. ഇതുവഴി വന്നുപോയി നെറുകയിലന്തത ജടകേറി വെറി പൂണ്ടു നഗ്നത കാട്ടുവോർ. ഇതുവഴി വന്നുപോയി നെറുകയിലന്തത ജടകേറി വെറി പൂണ്ടു നഗ്നത കാട്ടുവോർ. ആരാണ് നേരം അറിയണം, ആരാണ് നേരം അറിയണം, ആരാണ് പതിരം അറിയണം, ആരാണ് നേരം അറിയണം, ആരാണ് പതിരം അറിയണം. തിരികെ നാം ഇന്ത്യതൻ മക്കളായി മാറണം, തിരികെ നാം ഇന്ത്യതൻ മക്കളായി മാറണം, തിരികെ നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കിയിടണം, തിരികെ മതേതര മക്കളായി തീരണം, തിരികെ നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കിയിടണം. ഗാന്ധിയെ പോലെ ഭഗത് സിംഗ് പോലെ, ഗാന്ധിയെ പോലെ ഭഗത് സിംഗ് പോലെ, കേജരിവാൾ പോലെ മനുഷ്യത്വമാകണം. ഗാന്ധിയെ പോലെ ഭഗത് സിംഗ് പോലെ, കേജരിവാൾ പോലെ മനുഷ്യത്വമാകണം. തിരികെ നാം ഇന്ത്യയെ സ്വതന്ത്രയാക്കിയിടുവാൻ കേജരിവാൾ പോലെ മനുഷ്യത്വമാകണം, കേജരിവാൾ പോലെ മനുഷ്യത്വമാകണം, കേജരിവാൾ പോലെ മനുഷ്യത്വമാകണം. നന്ദി, നമസ്കാരം.